എൻ ലാൽകുമാർ, ഇവിടെ ഇപ്പോൾ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിഞ്ഞ തവണ ഇത് പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഉറപ്പുണ്ടായിരുന്നു ഇത് നടപ്പിലാക്കാനുള്ള ഒരു ഗ്രൗണ്ട് രാജ്യത്തായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്തത്, അടിയന്തരമായി ഈ നിയമം റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാത്തത്. പക്ഷേ കൃഷ്ണദാസ് അതിനെ മറ്റൊരു തരത്തിൽ നോക്കി കാണുന്നുമുണ്ട്. കോടതി ലക്ഷ്യമായിട്ടുണ്ടോ ഈ നടപടി? ഇല്ല, കോടതി അലക്ഷ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ആ പെറ്റീഷന് അല്ലെങ്കിൽ ഈ ആക്ടിന് സ്റ്റേ കൊടുത്തിട്ടില്ല സുപ്രീം കോടതി. അപ്പോൾ അതിനെ കണ്ടംപ്റ്റ് അതിനകത്ത് അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമില്ല. നമ്മൾ കാര്യമായിട്ട് തന്നെ പറഞ്ഞു പോകണമല്ലോ. പക്ഷേ അതിനകത്തൊരു പൊളിറ്റിക്കൽ വിഷയമുണ്ട്. ആ പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന ഒരു ആശയവും കൂടെ അതിനകത്ത് കിടക്കുന്നുണ്ട്. കാരണം നോക്കൂ, ഒരു പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കുന്നു. ആ പാസ്സാക്കിയ നിയമം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചലഞ്ച് ചെയ്ത് സുപ്രീം കോർട്ടിന് മുന്നിൽ പല പെറ്റീഷനുകളും കിടക്കുന്നു. അപ്പം മാറ്റർ സബ്ജുഡീസ്. ആ മാറ്റർ സബ്ജുഡീസ് ആയിട്ടിരിക്കുമ്പം നമ്മൾ നോർമൽ കോഴ്സിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കാണിക്കേണ്ട ഒരു കാര്യം ആ പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. എന്താണ്? ആ മാറ്ററിൽ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് സുപ്രീം കോടതി എന്തു പറയുന്നു എന്ന് നോക്കിയ ശേഷം അതിലൊരു തീരുമാനം എടുക്കുക. അത് കഴിഞ്ഞ് മാത്രമേ എക്സിക്യൂട്ടീവ് ആക്ഷൻ നടക്കാവൂ. അതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ഭാഗം. ഇപ്പം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ കാരണത്തിലേക്ക് ഞാൻ വരാം. ഞാൻ ഇതിൻ്റെ ലീഗൽ സൈഡാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം. അപ്പം ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ ഇവരെ 100% ആരെങ്കിലും റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അത് കൃഷ്ണേട്ടൻ പറഞ്ഞ വാദത്തോട് വിയോജിക്കാൻ പറ്റില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ ആണല്ലോ ഉള്ളത്. ആ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ക്രിഡൻഷ്യലിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാര്യം അവരെന്തിന് ഇത്ര തിടുക്കപ്പെടുന്നു എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും, അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ശബരിമല എന്ന് പറയുന്ന 5 അംഗ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധിന്യായം വന്നു. അത് റിവ്യൂ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ 9 അംഗ ബെഞ്ചിന് സുപ്രീം കോടതി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രസന്റ് പൊസിഷൻ എടുത്താൽ ശബരിമലയുടെ പഴയ 5 അംഗ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് സബ്സിസ്റ്റ് ചെയ്യാണ്. അതൊന്നും പോയിട്ടില്ല, അതിന് സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ജഡ്ജ്മെൻറ്റ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്താൻ ഒരു സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ്, ഒരു സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഇമ്മൊറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. ഇപ്പം അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പ് മാത്രമാണ് പ്രശ്നം. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ പൊളിറ്റിക്കൽ പിച്ച് ഒരു കൺവീനിയൻറ്റ് പൊളിറ്റിക്കൽ പിച്ച് അല്ല എന്ന് അദ്ദേഹം മനസ്സിലായി. ഒരു കൺഡ്യൂസീവ് പൊളിറ്റിക്കൽ പിച്ച് അല്ല അദ്ദേഹത്തിന്. ഇപ്പം 2014 പിച്ച് ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഒരു പിച്ചാണ്. 2019 വന്നപ്പം ആ പിച്ച് പുൽവാമയുടെ പിച്ചായി മാറി. 2024 വന്നപ്പം അവർ വിചാരിച്ചു രാം ടെമ്പിൾ എന്ന് പറയുന്ന ഇഷ്യൂ വിൽ പ്രിവെയിൽ ഇൻ ദ സൊസൈറ്റി ആൻഡ് ദാറ്റ് വിൽ ഡോമിനേറ്റ് ദ പൊളിറ്റിക്കൽ പിച്ച് ഓഫ് ദ നേഷൻ. പക്ഷേ അത് നടന്നില്ല. ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉയർത്തിവിടാനുള്ള വലിയ ശ്രമമാണ്. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ എന്താ, രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് പ്രധാനമന്ത്രി ഹിന്ദു മുസ്ലിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് യഥാർത്ഥത്തിൽ ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ നടക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ വർഗീയ കാർഡ് വർക്കാകത്തുള്ളൂ. നോക്കൂ, അതാ ഞാൻ പറഞ്ഞത്, 2014 വർക്കായതും 2019 വർക്കായതും ഒരിക്കലും ഒരു ഹിന്ദുത്വ കാർഡല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. 2014 ആന്റി കറപ്ഷൻ മൂവ്മെന്റിന്റെ, അണ്ണാ ഹസാരെ മൂവ്മെന്റും അല്ലെങ്കിൽ രാജ്യത്തുണ്ടായിരുന്ന ആന്റി കോൺഗ്രസ് സെന്റിമെന്റ്സിന്റെ ഒരു ഫ്രൂട്ട് നരേന്ദ്രമോദി കൊയ്യുന്നു. 2019 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പുൽവാമയുടെ ഫ്രൂട്ട് അദ്ദേഹം കൊയ്യുന്നു. പക്ഷെ 2024 വന്നപ്പം അദ്ദേഹം നേരിടുന്നൊരു പ്രശ്നം, അദ്ദേഹം കളക്റ്റീവ് കോൺഷ്യസ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒന്നും തന്നെ വർക്കാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒന്നും തന്നെ വർക്കാകാതെ നിൽക്കുന്ന ഒരു സ്ഥലത്ത്
നോക്കൂ, വീണ്ടും വീണ്ടും ഹിന്ദു മുസ്ലിം എന്ന് പറയാം. നിങ്ങൾ 2014 നരേന്ദ്രമോദിയുടെ ക്യാമ്പയിൻ എടുത്ത് നോക്കൂ, 2019 ക്യാമ്പയിൻ എടുത്ത് നോക്കൂ. നമുക്ക് ഇങ്ങനൊരു കാര്യം പറയേണ്ട വരത്തില്ല. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ഒരു ഗുഹയിൽ എവിടെയെങ്കിലും പോയി തപസ് ചെയ്ത്, ബംഗാളിലെ ഇലക്ഷൻ മുമ്പ് ഏതോ ഒരു ഗുഹയിൽ പോയി അദ്ദേഹം തപസ് ചെയ്തതിനെ നമ്മൾ വിമർശിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ സംഭാഷണമില്ലായിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഇത് ഔട്ട്റൈറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ കാര്യം പരിങ്ങളിലാണ്. ഹി ഈസ് ഫേസിങ് ദ ഗൂഗ്ലീസ് ആൻഡ് ദൂസരാസ്, നമ്മൾ ക്രിക്കറ്റ് ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതിനൊരു കാരണം കൂടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് മറ്റൊരു ലീഡറെ പോലെ അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം ഒരിക്കൽ പോലും അപ്പുറത്തെ സൈഡിൽ, ഓപ്പോസിഷൻ സൈഡിൽ ഇരുന്നിട്ടൊരാളല്ല. മുഖ്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയാകുന്നു. ഇനിയും മരിക്കുന്നിടം വരെ പ്രധാനമന്ത്രിയായി ഇരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ. കാര്യം അല്ല എങ്കിൽ അദ്ദേഹം നേരിടുന്നൊരു പ്രശ്നം, ഹീ ഈസ് എ മാൻ ഹൂ കനോട്ട് അഫോർഡ് ടു ലൂസ് പവർ. പവർ ഇല്ലാത്ത ഒരു നരേന്ദ്രമോദി വല്ലാത്ത രീതിയിൽ ഡെസ്പറേറ്റ് ആകും. അദ്ദേഹത്തിന് വലിയ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് അവസാനത്തെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഉയർത്തിവിടുന്നത് ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വിത്തെടുത്ത് കുത്തുന്ന കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയുമ്പം ആസ് എ പൊളിറ്റിക്കൽ ഒബ്സർവർ, നമ്മൾ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ആൾക്കാരാണല്ലോ, എനിക്ക് വേറൊരു ആംഗിൾ എൻ്റെ സന്തോഷമുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് ഇത് പറയേണ്ട സ്ഥിതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ, ഈ പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രാജ്യത്തെത്തി എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഓരോരുത്തരുടെയും വിജയമായി തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വളരെ കൺവീനിയൻ്റായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു സ്റ്റേറ്റ്സ്മാൻ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ BJPയുടെ പ്രധാനമന്ത്രിയല്ല, എന്റെയും അസിതയുടെയും സഖാവ് ശിവദാസന്റെയും കൃഷ്ണേട്ടന്റെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അദ്ദേഹം വന്ന് കുറച്ച് നാള് 10 വർഷം ഭരിച്ച ശേഷം ഒരു കമ്മ്യൂണിറ്റി മൊത്തം മാർജിനലൈസ്ഡ് ആവുകയാണെങ്കിൽ, അവർ മൊത്തത്തിൽ ഏലിയനേറ്റഡ് ആവുകയാണെങ്കിൽ, അത് രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്ന വരുംകാലത്തിലെ ബുദ്ധിമുട്ട് ഒട്ടും ചെറുതായിരിക്കത്തില്ല. അദ്ദേഹം അതിനൊന്നും ഒരു പക്വതയുമില്ലാതെ, ഒരു പാകതയുമില്ലാതെ, ഞാൻ പറയുന്നു, ഈ രാജ്യത്ത് മറ്റു ഒരു BJPക്കാരനും പറയാൻ പറ്റാത്ത കാര്യം, എനിക്ക് ഉറപ്പാണ്, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ കൃഷ്ണേട്ടനെ പോലൊരാൾക്ക് ഇങ്ങനൊരു കാര്യം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം അദ്ദേഹം ആ നിലവാരം കാത്തു സൂക്ഷിക്കും. ഇപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഡിഫെൻഡ് ചെയ്യുമായിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ ലീഡറാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനെ നിലവാരമില്ലാത്ത രീതിയിലേക്ക് പ്രധാനമന്ത്രിയുടെ സ്റ്റാൻഡേർഡ് അത് കൂപ്പുകുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഹി ഈസ് ഇൻ എ ഡെസ്പറേറ്റ് മൂഡ് ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു മേക്ക് എ കംബാക്ക്.